ആദ്യമേ തന്നെ എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും സ്നേഹത്തോടെ കഴിഞ്ഞ വർഷത്തെ തിരുനാള് അതിമനോഹരമാക്കാൻ ഞങ്ങൾ സഹായിച്ചതിന് എല്ലാ പത്രക്കാരോടും എല്ലാ മീഡിയ പ്രവർത്തകരോടും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുക കൂടിയാണ്. ഈ വർഷത്തെ 2025 ഒക്ടോബർ മാസം തിരുനാളിന്റെ എല്ലാ ആരംഭങ്ങളും വളരെ ഭംഗിയായിട്ട് പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ നടത്തി ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളോടുകൂടി കൊരട്ടുകുത്തി അമ്മയുടെ തിരുനാളിന്റെ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ തരത്തിലുള്ള വോളണ്ടിയേഴ്സ് ഗ്രൂപ്പുകള്, വിവിധ തരത്തിലുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു. കച്ചവടത്തിനുള്ള സ്ഥലങ്ങളെല്ലാം ക്രമീകരിച്ചു. പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, ജനപ്രതിനിധികൾ, MLA, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എല്ലാമുള്ള മീറ്റിങ്ങുകൾ 2-3 തവണയായിട്ട് ഇവിടെ നടത്തിയിരുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ തിരുനാളിന്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ 2-ാം തീയതി മേലൂരിൽ നിന്ന് പൂവൻകൊല പ്രദക്ഷിണമായിട്ട് മുരുകൂര് ഇടവകയും കൂടി സഹകരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ നടയില് പൂവൻകൊല സമർപ്പണം നടത്തിയായിരുന്നു. ഇന്നലെ 5-ാം തീയതി ഒക്ടോബർ 5 ഞായറാഴ്ച തിരുനാളിന്റെ കൊരട്ടുകുത്തിരിയുടെ തിരുനാളിന്റെ ഒരുക്കമായിട്ട് വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ, ഈ ദിവസങ്ങളിൽ മുഴുവൻ രാവിലെയും വൈകുന്നേരവുമായിട്ട് ജപമാലകളും പ്രാർത്ഥനയുമായിട്ട് ദേവാലയം മുഴുവൻ പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ്. വലിയ തിരുനാളിന്റെ വലിയ ഒരുക്കത്തിലേക്ക് ചരിത്ര പ്രസിദ്ധമായ പരിശുദ്ധ കൊരട്ടുകുത്തിയുടെ അത്ഭുത രൂപത്തിന്റെ താഴേക്ക് ഇറക്കുകയാണ്. 12-ാം തീയതി കാത്തിരിക്കുകയാണ് എല്ലാവരും. 8-ാം തീയതി കൊടികയറ്റമാണ്. 4 മണിക്ക് ജപമാലയും ആരാധനയും, പിന്നെ 4:30 കൊടികയറ്റം ടൗൺ കപ്പേളയിൽ വെച്ച് വിശുദ്ധ കുർബാന പ്രദക്ഷിണമായിട്ട് അവിടേക്ക് പോകും. ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ടാക്സി ഡ്രൈവേഴ്സിന്റെയും സ്കൂൾ കുട്ടികളുടെയും വ്യാപാരി വ്യവസായികളുടെയും ഒക്കെ പൂങ്കുല സമർപ്പണങ്ങൾ ഇടയിലായിട്ട് നടക്കുന്നു. ഇനി 9-ാം തീയതിയില് റോസറി വില്ലേജ് ഡേ ആണ്. അതിനോടൊപ്പം 10-ാം തീയതിയില് ഈ പ്രദേശത്തുള്ള ഇടവക ജനത്തിന്റെ പൂവങ്കുല സമർപ്പണമാണ് 10-ാം തീയതി. 11-ാം തീയതി തിരുനാളിന്റെ ദിവസം ചെറിയ പ്രദക്ഷിണങ്ങള് പള്ളിക്ക് ചുറ്റും മാത്രമായിട്ട് നടത്തുന്നു. 12-ാം തീയതി വെളുപ്പിന് 5 മണിക്കാണ് നമ്മള് പരിശുദ്ധ കൊരട്ടുകുത്തിയുടെ തിരുനാളിന്റെ ഏറ്റവും പ്രസിദ്ധമായ ജനം കാത്തിരിക്കുന്ന അത്ഭുത രൂപം അൽത്താരയിൽ നിന്ന് താഴേക്ക് ഇറക്കി പരസ്യ വണക്കത്തിനായിട്ട് വർഷത്തിൽ ഒരു തവണ മാത്രം എല്ലാവർക്കും ദർശനത്തിനായിട്ട് താഴേക്ക് ഇറക്കുന്നത്. അത് പ്രദക്ഷിണമായിട്ട് പള്ളിക്ക് തൊട്ടടുത്തുള്ള തിരുസന്നിധിയിൽ രൂപക്കുരയായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരുക്കും എല്ലാം ആ ഒരു ദിവസം മുഴുവൻ രാത്രി 11:30 വരെ അതിനുള്ള സൗകര്യമുണ്ട്. വൈകുന്നേരം പ്രദക്ഷിണം ഉണ്ടായിരിക്കും. എല്ലാവരുടെയും വലിയ സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ തിരുനാളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 8-ാം ഇടവും 15, 18, 19 തീയതികളിലാണ് 8-ാം ഇടം നടത്തുക. 25, 26 തീയതികളിൽ 15-ാം ഇടവുമായിട്ട് നടത്തുന്നു. ഇതിലുള്ള ദിവസങ്ങളിലെല്ലാം ജപമാലയും പ്രാർത്ഥനയും ആഘോഷങ്ങളുമായിട്ട് ദിവസം മുഴുവൻ ഈ പ്രദേശം മുഴുവൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ ആഘോഷങ്ങളിലേക്ക് പരിശുദ്ധ കൊരട്ടുകുത്തിയുടെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ലഭിക്കാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സകലർക്കും അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന അമ്മ മുട്ടിലിഴഞ്ഞ് വേദനിച്ചു വരുന്ന സകലരെയും സ്വന്തം ഹൃദയത്തോട് എന്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ മേലയ്ക്ക് കീഴിൽ പൊതിഞ്ഞു സൂക്ഷിക്കാനും അനുഗ്രഹിക്കപ്പെടാനും എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുങ്ങി കാത്തു നിൽക്കുന്നു. ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. മുത്തിയുടെ തിരുനാളിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രസ് മീറ്റ് നടക്കുകയാണ്. അതിലെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ലോകമെമ്പാടുള്ള ജനങ്ങൾക്ക് നിങ്ങളോടെയാണ് അറിയുന്നത് മുത്തിയുടെ തിരുനാള്. അതിന് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരുക്കങ്ങളായിട്ട് നമ്മൾ 15 ലക്ഷം തീർത്ഥാടകരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് 8-ാം ഇടത്തിന്റെ ശനി ഞായർ ഞങ്ങള് വർണ്ണമഴ എന്ന് പറഞ്ഞാൽ ഇലുമിനേഷനിലൂടെ ഞങ്ങളത് വർണ്ണമഴ ഒരുക്കിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്. പിന്നെ 4 ചുറ്റും നമ്മൾ ട്രാഫിക്കിന്റെ എല്ലാവർക്കും
എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വിപുലമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് മൈര ഗോഡ്സ് ഗ്രൗണ്ട്, MAMHS, പിന്നെ ദയാമാത ഹോസ്പിറ്റലിൽ അടുത്തൊരു 6-ാം തുരുത്തുന്ന സ്ഥലമുണ്ട് അവിടെ. പിന്നെ വൈ ജംഗ്ഷൻ, ഇങ്ങനെ പലയുടെ തൊട്ടടുത്ത് ഒരു പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ വളരെയധികം വിപുലമായിട്ടുള്ള പാർക്കിംഗ് ആണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് വരുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്രയുമാണ് പറയാനുള്ളത്. സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. ട്രാഫിക് സംബന്ധമായിട്ടുള്ള NH അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. യാതൊരുവിധ വർക്കുകളും ആ സമയത്ത് ഹൈവേയെ സംബന്ധിച്ച് കൊരട്ടി ജംഗ്ഷനിൽ നടത്തരുത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർഡർ മുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന അറിവ്. മറ്റു വാഹനങ്ങൾ പോകാനും സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ടുള്ള പോലീസ് ഉണ്ട്. വോളണ്ടിയേഴ്സിന്റെ പ്രത്യേകത, ഇതിന്റെ പ്രത്യേകത നമ്മള് ബയോ വേസ്റ്റ്, ഇവിടെ വരുന്ന എല്ലാ വേസ്റ്റുകളും കൃത്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങള് കൃത്യമായിട്ടും വേർതിരിക്കാനും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ ഈ കളിപ്പാട്ടങ്ങൾ, സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധ്യമല്ലെങ്കിലും അത് ഓരോന്നും പ്രത്യേകം കവറിലാക്കി മാറ്റാനായിട്ട്, അതുപോലെ കരിമ്പിന്റെ സാധനങ്ങൾ, വേസ്റ്റ്, അതിന്റെ പ്രത്യേകമായിട്ടുള്ള കവറുകൾ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേന അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റും പരിപൂർണമായിട്ടത് എല്ലാ ദിവസവും അവരുടെ ചെക്കിങ് അതിൻ്റെ ഉള്ളിലുണ്ടാകും. ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ചെക്കിങ് 1 by 1 ആയിട്ട് ഇതിന്റെ പിന്നാലെ നടന്ന് അവർ ചെയ്തോളാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരാണ് അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഏറ്റിട്ടുള്ളത്. ഇതിനാളെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളത് ഈ നാടിന്റെയും വന്നു പോകുന്ന എല്ലാവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം പഞ്ചായത്തിലും ഇവിടെയുമായിട്ട് നമ്മൾ അത് ഒരുമിച്ച് കൂടിയത്. ഒക്ടോബർ 1-ാം തീയതി MLA-യുടെ നേതൃത്വത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും എല്ലാവരും മറ്റെല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് എല്ലാവരും സഹകരിച്ചോളന്ന്. ഹൈവേയുടെ അവിടെ സബ്വേ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. റോഡുകളെല്ലാം പൊളിഞ്ഞതൊക്കെ സാധിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ടാറിംഗ് നടത്താനായിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. അത് നോക്കിയിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കനാലിലൂടെ വെള്ളം പോകാനായിട്ടുള്ള PWD ഡിപ്പാർട്ട്മെന്റ് ടാറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 1 by 1 ആയിട്ട് ഇതിന്റെ മറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മേഖലകളെല്ലാം റോഡ് സൈഡിലെ ഇതെല്ലാം വെട്ടിയിട്ട് ഇരയാക്കിയിട്ടുണ്ട്. 18-ാം തീയതിയാണ് നമ്മുടെ വർണ്ണമഴ ഒരുക്കിയിരിക്കുന്നത്. 19-ാം തീയതി രാത്രിയില് വെടിക്കെട്ട് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇതിന്റെ ലൈറ്റ് കൊണ്ട് തന്നെ വർണ്ണശബളമായിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഒഴുക്കുന്നത്. അടുത്തുള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായതുകൊണ്ടാണ്. കളക്ടർ മിക്കവാറും ഈ ബുധനാഴ്ച വരാനായിട്ടാണ് സാധ്യത. ചെന്നിരുന്നു, ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞത്. SP സാറ് പരിപൂർണ പിന്തുണ വരാനും വന്നിട്ടുണ്ടാകും. 1-2 പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് ഗവൺമെന്റ് അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ ഈ തിരുനാൾ നടത്തണം. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം വന്നു പോകുന്നവരെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അത് എല്ലാ തരത്തിലും അങ്ങനെ ആകണം. എല്ലാവരുടെയും സഹകരണം അതിനെ പ്രതീക്ഷിക്കുകയാണ്. വെളിയത്ത് ചോമോൻ പള്ളിപ്പാടൻ, സുനിൽ ജോയിന്റ് കൺവീനർ, ജിഷോ മെയിൻ കൺവീനർ, തിരുനാളിന്റെ കൺവീനേഴ്സ് ആണ്. എല്ലാവരുടെയും ഇവിടെ നേതൃത്വത്തിലാണ് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ കമ്മിറ്റികളും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കും. ആവശ്യമായ പൂവങ്കുലകളെല്ലാം എത്തിക്കഴിഞ്ഞു. ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ 400 വോളണ്ടിയേഴ്സ് ആണ് നമുക്കുള്ളത്. 400 വോളണ്ടിയേഴ്സ് ആണ്. അവരെല്ലാവരും പല സമയങ്ങളിലായിട്ട് ഇവിടെ കൂടിക്കൊണ്ടിരുന്നു. മീറ്റിങ്ങുകൾ കൂടി നമ്മൾ ചെയ്ത കാര്യങ്ങള് 8-10 പ്രാവശ്യം നമ്മൾ വിലയിരുത്തി കാഴ്ചകൾ നടത്തി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോബാക്സ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിനെ കുറിച്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ എഴുത്തിനിരുത്താനുള്ള സൗകര്യം വെച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ഒക്ടോബർ 13 മുതൽ 17 വരെയാണ്. കുട്ടികളുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 2ാമത്തെ കുർബാന 10:30-യുടെ കുർബാനയ്ക്ക് ശേഷം കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ടുള്ള സൗകര്യമുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ആദ്യത്തെ ചോറൂട്ട് നടത്തുന്നു കുട്ടികൾക്ക്. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് എഴുത്തിനിരുത്താനായിട്ടുള്ള സൗകര്യം അൽത്താരയുടെ
മുത്തിയുടെ നടയിലിരുന്ന് ചെയ്യുക എന്നുള്ളതാണ് പതിവ്. വാഹനങ്ങളുടെ വെഞ്ചിരിപ്പ് കൂടി ഉണ്ട് അതിന്റെ ദിവസം. 13 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ 7 മണിയുടെ കുർബാനയ്ക്ക് ശേഷം വാഹനങ്ങള് വെഞ്ചരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ചോറൂട്ട് പൈതങ്ങൾക്ക് ചോറൂട്ട് കൊടുക്കുന്നു. അല്ലെ, കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ടുള്ള സൗകര്യവും അന്നുണ്ടാവും. 25, 26 തീയതികളിലായിട്ട് അതോടുകൂടി എല്ലാം തിരുനാളിന് ഈ ഒരു വർഷത്തെ തിരുനാളിന് സമാപനം ഒരുങ്ങി. നാടൊരുങ്ങുന്നുണ്ട്. നാടിന്റെ എല്ലാ മേഖലകളിലേക്കും ലൈറ്റുകള് ആവശ്യപ്പെട്ടിടത്തെല്ലാം ലൈറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ വഴികളിലൊക്കെ സൗകര്യവും മദ്യപാനത്തിനും കഞ്ചാവിനും ഒക്കെ സൗകര്യമുള്ളിടത്തൊക്കെ ലൈറ്റ് ഇടാൻ പറഞ്ഞു പോലീസ്. ആ സൗകര്യത്തിനുള്ള ലൈറ്റുകൾ അവര് ഏതെങ്കിലും തരത്തില് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടായിരുന്നു. സൈൻ ബോർഡ്സിൽ പറഞ്ഞിരുന്നത് പോലീസ് ആവശ്യപ്പെട്ടത് അതാണ്. പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങള് ഏതാണ്ട് 10-12 സൈഡിലായിട്ട് നമ്മൾ വിവിധ സ്ഥലത്തായിട്ടാണ്. വണ്ടി ചടങ്ങരയിൽ നിന്ന് ഇപ്രാവശ്യത്തേക്ക് വലിയ ഗുണം ചടങ്ങര പാലം ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ആ വഴി വരുന്ന വാഹനങ്ങൾക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്ത് പോരാനായിട്ട് നമ്മുടെ അവിടെ ചടങ്ങര തന്നെ പള്ളിയുണ്ട്. ആ ഭാഗത്ത് വഴിച്ചാൽ പള്ളിയുണ്ട്. അത് ഭാഗത്തേക്ക് താഴേക്ക് വരുമ്പോ ദേവമാത ആശുപത്രിയുടെ പാർക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ 6-ാം ദൂരത്തിൽ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. വൈ ജംഗ്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മധുര കോഴ്സിന്റെ അവിടെ 8-ാം തീയതി ആകുമ്പോഴേക്കും എല്ലാം കൊടിയേറ്റം കഴിയുന്ന ദിവസം അവിടെ കപ്പേളയില് പരിപാടികൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ അവിടെ ഗാനമേള ഉണ്ട്. ആ ഗ്രൗണ്ട് മുഴുവൻ അവർ റെഡിയാക്കിയിട്ടും NH പറഞ്ഞിട്ടുള്ളതാണ്. സ്കൂളിന്റെ ഗ്രൗണ്ട് MMHSന്റെ സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇവിടെ താഴെ ഈ പാരഷൂട്ട് അങ്ങേ സൈഡിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെ നിന്ന് വർക്ക് റേഷൻ കടയിൽ അവിടെ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. പിന്നെ വഴികളിൽ പാർക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ പോലീസിനെ നിർത്തിയിട്ടുണ്ട്. പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് മുഴുവനായിട്ടൊരു റോഡിലേക്ക് ഇറക്കിയുള്ള കച്ചവടങ്ങളും നിർത്തലാക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയുടെ ഭാഗത്തും പിഴവുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഗവൺമെന്റ് തന്നെ ഇങ്ങോട്ട് വന്നു നോക്കാൻ നമ്മളും ആവശ്യപ്പെട്ടിട്ടുണ്ട്.